അതായത് ഷോൺ എൻ്റെ മകനാണ്, മനസ്സിലായില്ലേ? അവൻ സത്യം പറഞ്ഞ് പഠിക്കേണ്ടവനാണ്, സത്യം പറയും. സഭയില്ല, ഒന്നുമില്ല, ഏതാണോ സത്യം അത് പറയും. ഞാൻ ചോദിക്കട്ടെ, ഇപ്പോഴും ഈ സഭ എന്താ ഇങ്ങനെ ആവുന്നത്? ഞാൻ ഷോൺ പറഞ്ഞതിന് ഇച്ചിരി കൂട്ടി പറയുക. നമ്മുടെ കാഞ്ഞിരപ്പള്ളി ബിഷപ്പ് ഉള്ളൊരു മര്യാദക്കാരനാണെന്ന് ജനം വിചാരിക്കുന്നു. പക്ഷേ അയാളെന്താ ഇത് മടങ്ങളിലെല്ലാം വിളിച്ച് UDF വോട്ട് ചെയ്യാൻ പറഞ്ഞു. മര്യാദയാണോ കാണിച്ചത്? മര്യാദയാണോ? അത് പറയാൻ അയക്കാൻ എന്താ അവകാശം? ഈ സഭ എന്ന് പറഞ്ഞാൽ UDF ആണ്. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ പൂഞ്ഞാറിൽ നിൽക്കുന്ന സ്ഥാനാർത്ഥികൾ 3 പേരാണ്. ഞാനും UDFും LDFും. ഈ സഭയ്ക്ക് എന്തെങ്കിലും ഗുണം കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് എന്നെ കൊണ്ടാണ്. മറ്റ് രണ്ടവന്മാർക്ക് എന്ത് കിട്ടി? അവന്മാർക്കൂടെ എന്ത് കിട്ടിയിട്ടാണ് ഈ സഭ ഇങ്ങനെ വൃത്തികെട്ട പണി ചെയ്യുന്നത്? നാണം കെട്ടവന്മാർ. ഈ സഭയെ തള്ളിപ്പറയേണ്ടി വരും. സഭയല്ല തള്ളിപ്പറയുന്നത്, ഇങ്ങനെ മെത്രാന്മാരെ തള്ളിപ്പറയും. ഒരു സംശയം വേണ്ട. ഈ മെത്രാന്മാരപ്പം നിരന്തരം, അതായത് BJPക്ക് വോട്ട് ചെയ്യേണ്ട, ഇത്രയൊക്കെ വിഷയങ്ങൾ ഉണ്ടായ സാഹചര്യത്തിൽ BJPക്ക് വോട്ട് ചെയ്യേണ്ട എന്നുള്ള അതേ നിലപാടിൽ തന്നെ അവർ നിൽക്കുകയാണ് അല്ലേ? ബോധം വിവരം വേണ്ട ഇവനൊക്കെ. ഞാൻ പച്ചക്കങ്ങ് പറയാം. അതായത് നിയമം കൊണ്ടുവരുന്നു. ആ നിയമം കൊണ്ടുവരുന്ന ഇവർക്ക് ഇത്ര വിഷമം. വിദേശത്ത് പണം മേടിക്കുന്നു. ആ പണം മേടിക്കുന്ന കണക്ക് കൊടുത്താലല്ല കുഴപ്പം. ഇതിലൊക്കെ രസമല്ല. എന്നിട്ടും കത്തോലിക്ക സഭയാണ് ക്രിസ്ത്യാനിയാണോ എന്ന് വെച്ചാൽ അമിത്ഷാ തന്നെ നേരിട്ടിടപെട്ട് കത്തോലിക്ക സഭയുടെ ഇതിനോട് പറഞ്ഞു, ഒരു പ്രശ്നമില്ല, നിങ്ങൾ വഴക്കുണ്ടാക്കേണ്ട, നിങ്ങളെ ഒരു ഉപദ്രവം ഉണ്ടാകില്ല, കണക്ക് തന്നാൽ മതി. ഏത് കണക്ക് തന്നാലും അപ്രൂവ് ചെയ്തേക്കാം. അതുപോലെ തന്നെ റിജു മന്ത്രി ഇതുകൊണ്ട് ക്രൈസ്തവ യോഗത്തിന് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകാൻ അനുവദിക്കുന്ന പ്രശ്നമില്ലെന്ന്. എന്നിട്ട് ഇവന്മാർ പിന്നെ എന്തിനാണ് കിടന്ന് കുരയ്ക്കുന്നത്? ആ കൊര UDFിന് വേണ്ട. ഇവൻ്റെയൊക്കെ മനസ്സിലിരിക്കുന്ന നാറിയ രാഷ്ട്രീയമാണ്. അതാണ് പച്ചയ്ക്ക് ഞാനിങ്ങനെ പറഞ്ഞു. പാലാ പിതാവുണ്ടല്ലോ, ഓരോ മെത്രാന്മാരുടെ മനസ്സിൽ രാഷ്ട്രീയം ഓരോരുത്തന്മാർ പറയുക. പാലാ പിതാവുണ്ടല്ലോ, അങ്ങനെ ഇതുവരെ ഒരു രാഷ്ട്രീയം പറഞ്ഞില്ലല്ലോ. അങ്ങനെ ഏതെങ്കിലും പാർട്ടിക്ക് വോട്ട് ചെയ്യാൻ പറഞ്ഞില്ലല്ലോ. അപ്പോൾ അങ്ങനെ പറയുന്നവന്മാർ ഉണ്ട്. അത് അവരെപ്പറ്റി ആ രീതിയിൽ തന്നെ അതായി പറയാം. രാഷ്ട്രീയം പറയുന്ന മെത്രാന്മാരെ രാഷ്ട്രീയക്കാരെ ഞങ്ങൾ കാണും. ഞങ്ങളും രാഷ്ട്രീയമായിട്ട് ഇടപെടും. അവരോട് ബഹുമാനമൊന്നും ഞങ്ങൾക്ക് കാണുകയില്ല. അത്രോ ദീപി ഒരു പത്രമാണ്. ആ പത്രം വായിക്കുന്നുള്ളൂ വട്ട്. അതിപ്പോൾ ഞാനും എന്നും വായിക്കുന്നുണ്ട്. ചർമ്മം അറിയാൻ വേണ്ടി അത് പറ്റുള്ളൂ. ചർമ്മ വാർത്ത. ഇത്ര നാണം കെട്ടിയ ഒരു പത്രമുണ്ടോ? ഞാൻ ചെയ്യട്ടെ, ഇവിടെ അത് നിങ്ങൾ പത്രം എടുത്തോ. 3 സ്ഥാനാർത്ഥി മത്സരിക്കുക. എൻ്റെ പേരോ പടമോ ഇന്നുവരെ വന്നിട്ടില്ല ദീപികയിൽ. അത്ര തന്തയ്ക്ക് പറക്കാത്തവന്മാരാണ് ദീപി നടത്തുന്നത്, മനസ്സിലായില്ലേ? ഇപ്പോൾ ഈ ഒരു ഇലക്ഷന് 3 മുന്നണി സ്ഥാനാർത്ഥി, 2 മുന്നണി സ്ഥാനാർത്ഥി പടവും ഏതാണ്, 3ാമത്തെ മുന്നണി സ്ഥാനാർത്ഥി കൊണ്ട് പറയാനുള്ള മര്യാദ കാണിക്കട്ടെ ഇവന്മാർ. തന്തയ്ക്ക് പറക്കാത്തവരും നിയമരെ പറ്റി, ദീപിയെ പറ്റി വൃത്തികെട്ടവന്മാർ. ആ പത്രം വായിക്കരുതെന്ന് ഞങ്ങളോട് പറയുന്നു. ദൈവം അനുകരിച്ച് നിയമസഭയിലും ഈ പത്രം വായിക്കരുതെന്ന് ഞങ്ങളോട് പറയും. സഭയുടെ ആശങ്കകളാണ് പലപ്പോഴും പത്രത്തിലൂടെ, ദീപിക പത്രത്തിലൂടെ എഡിറ്റോറിയലായിട്ടൊക്കെ വരുന്നത്. അത് ശ്രദ്ധിച്ചിട്ടില്ലേ? അതിന് ആശങ്ക എന്താ? ഈ കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്ന കേന്ദ്രത്തിൽ നിയമത്തെപ്പറ്റി വളരെ വ്യക്തമായിട്ട് ഇവന്മാരെല്ലാം കൂടെ പോയി സംസാരിച്ചല്ലോ കേന്ദ്ര ഗവൺമെൻറ്റുമായിട്ട്. അവിടെ ആശങ്കയില്ലെന്ന് പറഞ്ഞ് ഇറങ്ങിക്കഴിച്ച് വൃത്തിയോട് പറയുക. ഇലക്ഷൻ വരും രാഷ്ട്രീയം. തെരഞ്ഞെടുപ്പിന്റെ അന്ന്, അതായത് ഇന്നലെയാണോ ഈ കാഞ്ഞിരപ്പള്ളി ബിഷപ്പ് മഠങ്ങളിൽ വിളിച്ചിരിക്കുന്നത്? അതെ, മിനിങ്ങാണ്. BJPക്കല്ല, UDF വോട്ട് ചെയ്യണമെന്ന് പച്ചയ്ക്ക് അങ്ങ് പറയല്ലേ. മോശമല്ല പറച്ചിലൊക്കെ. ഇനി എന്തായിരിക്കും സഭയോടുള്ളൊരു നിലപാട്? എന്തായിരിക്കും സഭയോട്? സഭ നമ്മുടേതാ. മെത്രാന്മാരാണോ സഭ? നിങ്ങൾ ആരും പറയും സഭ മെത്രാന്മാരാ സഭയെന്ന്? സഭയെ മെത്രാന്മാർ വീട്ടിനകത്ത് സഭയിലെ അതായത് ഒരു പട്ടം കിട്ടിയാൽ അളി ചാകുന്നവരെ പട്ടം കിട്ടിയിട്ടുണ്ട്. അച്ഛനാണ് ഒരു മെത്രാനായാൽ ചാകുന്നവരെ മെത്രാനാണ്. അത് മാറ്റാൻ പറ്റുകയില്ല. അതാണ് സഭയുടെ നിയമം. എന്ന് വിചാരിച്ച് ചുമ്മാർ പറഞ്ഞ മുഴുവൻ കേട്ടോണമെന്നൊന്നും സഭയെ പറഞ്ഞിട്ടില്ല. സഭ ഞാൻ വിശ്വാസിയാണ്. കഴിഞ്ഞ ഞായറാഴ്ച പള്ളിയിൽ പോയി കുർബാന കണ്ട് കുമ്പസാരിക്കുക മാത്രമല്ല, കുർബാന കണ്ടത് മാത്രമല്ല, കുർബാന കൈക്കൊണ്ടവനായിരുന്നു. ആ ഞാനാ പറയുന്നത് ഈ മെത്രാൻ കഴിയുന്ന പൂക്കൃത്തരാണെന്ന് മനസ്സിലായില്ലേ? പറയാതിരിക്കാൻ പറ്റും. എനിക്കൊരു ചുക്കും പറ്റിയില്ല. അയാൾ പറഞ്ഞപ്പോൾ ഷെവലിയർ VC സെബാസ്റ്റ്യൻ അങ്ങനെ വിളിച്ച സിസ്റ്റേഴ്സ് പറഞ്ഞു, ആ മെത്രാൻ അങ്ങനെ ഉളത്തരം പറയും, നിങ്ങളത് കേൾക്കണ്ടെന്ന്. അപ്പോൾ തീർന്നു. അതായത് തെരഞ്ഞെടുപ്പിന് മുമ്പ്, അതായത് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് FCRAയുമായി ബന്ധപ്പെട്ട് വന്ന് ബിഷപ്പുമാർക്കെതിരെ താങ്കൾ രൂക്ഷ വിമർശനം ഉന്നയിച്ചിരുന്നു. അത് തിരിഞ്ഞ് എഫക്റ്റ് ചെയ്തതാണോ ഈ തെരഞ്ഞെടുപ്പിൽ? 2 കുന്തം. ഈ ഒരു വേണ്ട ചോദ്യം ചോദിക്കാടി ഒരു പത്രക്കാരൻ. ഞാൻ ജയിക്കുന്ന പിന്നെ എങ്ങനെ? ഞാൻ ജയിക്കും, സംശയമൊന്നും വേണ്ട.
ഈ BJP പലയിടത്തും പണം കൊടുത്തു എന്ന തരത്തിലുള്ള ദൃശ്യങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട്. അത് പണമുള്ളവരല്ലേ കൊടുക്കുന്നത്, ഇല്ലാത്തവർ കൊടുക്കാൻ പറ്റുകയില്ല. കൊടുത്തിട്ടുണ്ടോ? ഈരാറ്റുപേട്ടയിൽ പണം കൊടുത്തു. ഈരാറ്റുപേട്ടൊന്നും പണം കൊടുത്തില്ല. ഈരാറ്റുപേട്ട ആരും പണം കൊടുക്കുകയില്ല. ഈരാറ്റുപേട്ട പണം കൊടുത്തിട്ടില്ല എന്ന് മാത്രമല്ല, പണം കൊടുക്കാൻ ഞാൻ ആരും ചുമതലപ്പെടുത്തിയിട്ടില്ല. പഴയ കൗൺസിലർ മത്സരിച്ചിട്ടുള്ള ആളാണ്. ആരാ പേരനെ എനിക്കറിയില്ല. അയാളെ അത് ഷാജിയോ? ഷാജി ആ വൃത്തികേടിന് പോകാൻ നമുക്ക് സാധ്യതയില്ലല്ലോ. വീഡിയോ ദൃശ്യങ്ങൾ ഓടാന്ന് പറയാം, ചുമ്മാ കള്ളത്തരം. അല്ലാതെ ഈ ഛത്തീസ്ഗഡ് വിഷയങ്ങളൊക്കെ ഉണ്ടായി വലിയ ആശങ്കയുണ്ടായിരുന്നു. പക്ഷേ അതിനുശേഷം ഈ ക്രിസ്മസിനും ഈസ്റ്ററിനും ഒക്കെ വലിയ ബന്ധമുണ്ടാക്കാൻ BJP നേതൃത്വം ശ്രമിക്കുന്ന ഒരു കാഴ്ച, സഭയുമായിട്ട് അടുക്കാൻ ശ്രമിക്കുന്ന ഒരു കാഴ്ച കണ്ടു. എന്താണ് ഈ തുടർന്ന് ഞങ്ങളുടെ ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചാൽ, എല്ലാ മതവിഭാഗങ്ങളെയും മാന്യമായി കൊണ്ടു നടക്കുന്നതാണ് BJPയുടെ ലക്ഷ്യം. എത്ര ശ്രമിച്ചാലും അത് BJP കുറ്റപ്പെടുത്തുന്ന നിർബന്ധ ബുദ്ധിയുള്ളവരെ അങ്ങനെ ഞങ്ങൾ കൈകാര്യം ചെയ്യും. മനസ്സിലായി? മെത്രാന്മാർ അങ്ങനെ ആഗ്രഹിച്ചാൽ ജനം കിട്ടണ്ടേ? എല്ലാ മെത്രാന്മാരും ഇല്ലല്ലോ, കുറച്ച് മെത്രാന്മാരിൽ ഈ പണി മുടങ്ങി. ശ്രമം നടത്തിയിട്ട് എന്തുകൊണ്ടാണ് സഭ BJPയുമായിട്ട് അടുക്കാത്തത്? സഭ BJPയുടെ അടുക്കണം നിർബന്ധമില്ലെന്ന്. സഭ അടുക്കേണ്ടപ്പോൾ ജനം അടുക്കണം, അല്ലാതെ സഭ അടുക്കണ്ട. സഭ വേറെ, ജനം ക്രിസ്ത്യാനി വോട്ട് കിട്ടാതെ ഞാനിങ്ങനെ ജയിക്കുന്നത് ഇവിടെ. ഇനി FCRA ബില്ല് വരികയാണ്, പറഞ്ഞാൽ എന്തായാലും വരും എന്നുള്ള ഒരു കാര്യം സംശയം. ഉറപ്പാണ്. ഇവരുടെ ആശങ്ക അതുപോലെ തന്നെ നിൽക്കുകയാണ്. ആശങ്കയും കൊണ്ട് അവർ വീട്ടിൽ ആശങ്കയായിട്ട് ബില്ല് വരും. സംശയം എന്താ? ഇവിടെ വിദേശത്ത് നിന്ന് വരുന്ന പണത്തിൻ്റെ കണക്ക് കൊടുക്കണമെന്ന് ഞാൻ ഇത്ര വിഷമം. അപ്പോൾ മോട്ടിക്കാവുന്നല്ലേ ഇതിനർത്ഥം? ഇതിന് ആശങ്ക സഭയ്ക്കുണ്ടെന്ന് പറഞ്ഞാൽ സഭ തെറ്റ് ചെയ്യുന്നില്ലേ അർത്ഥം? എനിക്ക് അപമാനം തോന്നുക. കേന്ദ്ര ഗവൺമെൻറ് കൊണ്ടുവരുന്ന നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത്, വിദേശത്തു നിന്ന് വരുന്ന പണം അതെന്തിനു വേണ്ടി ചെലവഴിക്കുന്നു അതിന് കണക്ക് കൊടുക്കണം, അത്രേ ഉള്ളൂ. കത്തോലിക്ക സഭ ആശങ്ക പറഞ്ഞപ്പോൾ അവരെ വിളിച്ച് സംസാരിച്ച് മെത്രാന്മാരോട് സംസാരിച്ച് അവർ പറഞ്ഞു, നിങ്ങൾ കണക്കിങ് എന്ന് വെച്ചാൽ മതി, ഞങ്ങൾ അപ്രൂവ് ചെയ്തോളാം. അതിൻ്റെ കണക്ക് എൻ്റെ പൊന്നുമാനെ, നിന്നെ പോലെ മടയാണല്ലോ നീ. ഒരു ഏത് പത്രമാണ്? അങ്ങനെ വരെ ഊളത്രം പറയും. അതൊന്നും ഞാൻ എൻ്റെ അടുത്ത് വേണ്ട. അങ്ങനെ നീ കണക്കാക്കിക്കും, ഞാൻ സമ്മതിച്ചിരിക്കുന്നു. പ്രശ്നം തീർന്നല്ലോ. 4-ാം തീയതി കാണണം ആ മോന്ത, അത്ര ഉള്ളൂ. എവിടെ 20,000 വോട്ടിന് ഭൂരിപക്ഷം ജയിക്കും, സംശയമുണ്ട്. എൻ്റെ അഭിപ്രായത്തിൽ ഈ മെത്രാന്മാർ ഇങ്ങനെ മൂളത്തരം കൊണ്ട് നടക്കാൻ പാടില്ല. അത് ശരിയല്ല, ആ നടപടി തെറ്റാണ്. ഏത് പ്രശ്നത്തിനും പരിഹാരം ഉണ്ടാക്കുന്ന അമിത്ഷാ പറഞ്ഞു, റിജ്ജു പറഞ്ഞു, പ്രധാനമന്ത്രി പറഞ്ഞു. എന്നിട്ടും പോരെ, പിന്നെ ആരാ പിന്നെ മെത്രാന്മാരുടെ കാരണന്മാരൊന്നും പറയണം? നീ മനസ്സിലായില്ല. ബില്ല് വരും. ബില്ല് വരും. സഭയ്ക്ക് വേണ്ടെങ്കിലും BJPക്കും വേണ്ട എന്നുള്ള നിലപാട് സ്വീകരിക്കുമോ? സഭയ്ക്ക് വേണ്ടെന്നോ? BJPയെ വേണ്ട. ഞങ്ങളെ വേണ്ടാത്തവരെ ഞങ്ങൾക്ക് വേണ്ട, സംശയം വല്ലതുണ്ട്? തീർച്ചയായിട്ടും. അവരെന്നാ കുന്തം പണിയാനാണ്? എന്നാ പണിയാനാ? ഇവിടെ പണിതിട്ട് എന്നാ കിട്ടി? ഇവിടെ സിസ്റ്റേഴ്സിന് വരെ വിളിച്ച് പറഞ്ഞല്ലോ വോട്ട് ചെയ്യാൻ, ചെയ്തോ? ആ പറഞ്ഞ സിസ്റ്റേഴ്സല്ലേ എന്നോട് പറഞ്ഞ് ഇങ്ങനെ വിളിച്ച് നടന്നു. അവരെല്ലാം നമുക്ക് വോട്ട് ചെയ്തു. പണ്ടായിരുന്നു ഈ മെത്രാനും കുത്രാനും ഒക്കെ പറഞ്ഞ വെച്ച് മനുഷ്യ വോട്ട് ചെയ്തു. ഇപ്പം ആരും കിട്ടുകയില്ല. മുസ്ലിം ന്യൂനപക്ഷം അതിനെപ്പറ്റി പറഞ്ഞാൽ ഈരാറ്റുപേട്ട ആക്കിയവനാണ് ഞാൻ. ആ നന്ദിയില്ലാതെ എന്നോട് പെരുമാറുന്നത് ശരിയാണെന്ന് ഈരാറ്റുപേട്ട മുസ്ലിങ്ങൾ ചർച്ച ചെയ്യട്ടെ. ഞാൻ അതിനെപ്പറ്റി അഭിപ്രായം പറയുന്നു. അവർ ചർച്ച ചെയ്യട്ടെ. അവന് തലയ്ക്ക് സ്ഥിരമില്ലാത്തതുകൊണ്ട് പറയുന്ന മോനെ. ഞാൻ അവിടെ എനിക്കറിയത്തില്ല എന്നാണ്. ചുമ്മാ കയറി പോലീസ് ഒരു സർക്കിൾ ഇൻസ്പെക്ടറുടെ അയാൾ അവൻ അടിയുണ്ടാക്കി എൻ്റെ കുഴപ്പമാണ്. ഞാൻ പറഞ്ഞു അവനോട് പോലീസ് ദിവസം എന്നതാ സംഭവം, 100 മീറ്റർ അകലെയേ പോളിംഗ് ബൂത്ത് 100 മീറ്റർ അകലെയേ പാടുള്ളൂ എന്ന ഈ പരസ്യം 50 മീറ്റർ കൊണ്ട് ബൂത്തിട്ടിരിക്കുക. മാറ്റാതിരിക്കാൻ പറ്റുമോ? അവിടെ ചെയ്യുന്ന എല്ലാവരെയും മാറ്റി. എല്ലാ പാർട്ടിക്കാരും LDA BJP ഉണ്ടായിരുന്നു, കമ്മ്യൂണിസ്റ്റ് എല്ലാവരും മാറ്റി. ഇവൻ്റെ മാത്രം ഞാൻ MLA മാറ്റിയാണ്. ബോധമുണ്ടോ? എന്നാ ചെയ്യണം? മാനസികമായി സംഘർഷത്തിൽപ്പെട്ട് ബോധമില്ല നടക്കുകയാണ്. തോറ്റു എന്ന് ഉറപ്പായി 3-ാം സ്ഥാനത്തായത്. അതിൻ്റെ മനപ്രയാസം. ഇപ്പോൾ ഈ പ്രത്യേകിച്ച് BJP കൃഷ്ണ ഔട്ട്റീച്ച് ഒക്കെ നടത്തുന്ന സമയത്ത് തന്നെയാണ് BJP ഇത്രയും ശ്രമിച്ചിട്ടും BJPക്കൊപ്പം നിൽക്കാൻ ഈ സഭാ നേതൃത്വം തയ്യാറാകാത്ത, സഭയല്ല നേതൃത്വം തയ്യാറാകാത്തുന്നുള്ള ഒരു തിരിച്ചടി. ഒരു തിരിച്ചടിയില്ല. എന്താ എല്ലാ മെത്രാന്മാരും ഇറങ്ങാത്ത? ചില മെത്രാന്മാർ
ബൈ ബർത്ത് ചിലത് കോൺഗ്രസ്സാണ്. അവർ മെത്രാനായാലും അവർ മാർപ്പാപ്പ ആയാലും കോൺഗ്രസ് ആയിരിക്കും. അത്രേ ഉള്ളൂ കാര്യം. അത് സാമാന്യ മര്യാദ ഉണ്ടെങ്കിൽ മെത്രാന്മാരൊന്നും രാഷ്ട്രീയത്തിൽ ഇടപെടാതിരിക്കുക. കുഴപ്പം ഞാൻ ചെയ്യട്ടെ, പാലാപ്പിതാവുണ്ടല്ലോ, അങ്ങേരുടെ രാഷ്ട്രീയം അങ്ങനെ വീട്ടുകാരൊക്കെ എനിക്കറിയാം. പുള്ളി ഇന്ന് വരെ ഏതെങ്കിലും രാഷ്ട്രീയം പറഞ്ഞിട്ടുണ്ട്? പറയാനോ? അപ്പം ജോർജേട്ടാ, ഈ സഭയ്ക്കെതിരെയല്ല മെത്രാന്മാർക്കെതിരെയാണ് പ്രതിഷേധം. അതെ 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 അതെ, സഭയ്ക്കെതിരെ അതിന് വട്ടമുണ്ട്. സഭയാണ്. അതിനകത്ത് ചില മെത്രാന്മാർ കോൺഗ്രസ് കോൺഗ്രസ് ജ്വരം കയറി വിവരക്കേട് വിളിച്ചു പറയുക. അപ്പം നമ്മളതിനെപ്പറ്റി അഭിപ്രായം പറയേണ്ടി വരും. അങ്ങനെയുള്ള അഭിപ്രായം ഇപ്പോൾ പറഞ്ഞത്, അല്ലാതെ ഒരുപാട് വിശ്വാസികളെ എവിടെ ചെയ്യാനും ഈ വിശ്വാസി ആരെങ്കിലും കേൾക്കുമോ? ഇത് മെത്രാന്ന് പറഞ്ഞാൽ കേൾക്കുമായിരുന്നു, പിന്നെ എന്ത് എളുപ്പമാണ്. അതറിയില്ല. ഇനി കണക്ക് കാണിക്കാത്തവർക്കെതിരെ നടപടി അപ്പോൾ ഉണ്ടാകുമോ ഇനി ഇതിന്റെ ഭാഗമായി? ഉണ്ടാകണം എന്ന് ഞാൻ ആവശ്യപ്പെടുകയാണ്. പിന്നെ സഭയാണെങ്കിലും വേണ്ടില്ല, ആരാണെങ്കിലും വേണ്ടില്ല, വിദേശത്ത് പണം വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് കണക്ക് കാണിക്കണം. അതിനകത്ത് ആദ്യം പ്രതിയാകാൻ പോകുന്നത് പിണറായി വിജയനാണ്. മനസ്സിലായില്ലേ? കണക്ക് കാണണം. കണക്ക് കൊടുത്തില്ല പിണറായി വിജയനും അകത്ത് പോകണം. പിണറായി വിജയൻ അകത്ത് കിടന്ന് പടപടപടാ പഠിക്കുന്ന കാണാൻ നീ ധൈര്യമായിട്ട്. കഴിഞ്ഞ തവണ വിമർശിച്ച് കഴിഞ്ഞപ്പോൾ ചിലർ അനുരഞ്ജന നീക്കവുമായി സഭയുടെ ഭാഗത്തുനിന്നും വന്നിരുന്നു. ഇനിയും പ്രതീക്ഷിക്കുന്നുണ്ടാകും? എനിക്ക് അനുരഞ്ജനമൊന്നുമില്ല. നിയമം വരും, നിയമം പാലിച്ചോളാം എന്ന് പറഞ്ഞാൽ സന്തോഷമായിട്ട് പോകാം. പാലിക്കണമെന്ന് പറഞ്ഞാൽ ബലമായിട്ട് പാലിപ്പിക്കും. അത്രേ ഉള്ളൂ. നേരത്തെ അന്ന് പറഞ്ഞ വിമർശനത്തിൽ പിന്നെ തെറ്റായി പോയെന്നുള്ള ഖേദമെല്ലാം ഉണ്ടായിരുന്നോ? എൻ്റെ പൊന്നു മോനെ, നീ ഇങ്ങനെ എന്നോട് ചോദിക്കും. ഞാൻ അങ്ങനെ ഖേദിക്കുന്നവനാണോ? പറ. എനിക്ക് ബോധ്യത്തോട് പറഞ്ഞത്, അതുകൊണ്ട് പിന്നെ ഇങ്ങനെ ഖേദിക്കുന്നു. അതല്ല, അതിനകത്ത് ഊളൻ എന്നൊരു വാക്ക് ഉപയോഗിച്ചു. ഒരു മെത്രാനായതുകൊണ്ട് ഊളൻ വേണ്ട. അത് മയപ്പെടുത്തി. ഊളൻ എന്നുള്ളത് വിട്ടുപോയി. ഇപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട്, അത് വിട്ടുപോയിരിക്കുന്നു. ആ